എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, അപ്പൻ ആനപ്പാപ്പാനാന്നും പറഞ്ഞ് മകൻ്റെ ചന്തിക്ക് തഴമ്പ് കാണുകയല്ലെന്ന്. ഇത് നമ്മുടെ കേരളത്തിലെ മിക്കവാറും മക്കൾ രാഷ്ട്രീയക്കാരിൽ നല്ലൊരു ശതമാനം ആളുകളും ധരിച്ചു വച്ചിരിക്കുന്നത് അപ്പൻ വലിയ പുള്ളി ആയതുകൊണ്ട് മകൻ്റെ ചന്തിക്ക് തഴമ്പുണ്ടെന്നുള്ളതാണ് അവരുടെ ഒരു ധാരണ. എന്നാലും ധാരണ ഇപ്പോൾ മിക്കവാറും എല്ലാം മാറ്റി കുറിക്കുന്ന ഒരു ലക്ഷണമാണ് ഇപ്പോൾ കാണുന്നത്. ഞാനീ പറഞ്ഞു വരുന്നത് ജോസ് കെ മാണിയെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് നല്ല മാന്യമായ ഒരു തിരിച്ചടി ഈ ഇലക്ഷനിലുണ്ടായി എന്നതാണല്ലോ സത്യം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പാലാ മുനിസിപ്പാലിറ്റിയുടെ ഭരണം നഷ്ടപ്പെട്ടു പോയി. ദീർഘകാലമായിട്ട് അവർ തന്നെ ഭരിച്ചുകൊണ്ടിരുന്ന, എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സ്ത്രീധനം കിട്ടിയതുപോലെ ഒരു കുത്തകയായിട്ട് നടന്നുകൊണ്ടിരുന്ന പാലാ മുനിസിപ്പാലിറ്റി അവരുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയി. ഇപ്പോൾ പറയുന്നത് തെറ്റ് തിരുത്തി അല്ലെങ്കിൽ തെറ്റ് കണ്ടെത്തി തിരുത്തുമത്രേ. നല്ലതാണ്. രണ്ടുമൂന്ന് കാര്യമുണ്ട്. ഒന്ന്, തെറ്റുണ്ടോ? ഇത്രയും കാലമായിട്ട് കാണാൻ മേലാത്ത ഒരു തെറ്റ് ഇനി എവിടെ നിന്ന് കണ്ടുപിടിക്കും? തെറ്റുണ്ടോ? രണ്ട്, തെറ്റ് തിരുത്തി ഇനി അത് വല്ലതും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി 5 വർഷം കഴിയണ്ടേ? കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ പാലായി തോറ്റപ്പോഴെങ്കിലും ചിന്തിക്കണ്ടായിരുന്നോ ഇത് തെറ്റുണ്ട്, തെറ്റ് കണ്ടുപിടിക്കണമെന്ന്? അന്ന് തൊട്ട് റെഡിയാക്കി വന്നായിരുന്നെങ്കിൽ ഈ ഇത്രയും വലിയ ഒരു പരാജയം ഉണ്ടാകുമായിരുന്നോ? ഒന്നാമത്തെ കാര്യത്തെ തെറ്റെന്താണ് എന്ന് ചോദിച്ചാൽ, പാലാ നിയോജക മണ്ഡലത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് സംസാരിക്കുമ്പോൾ വ്യക്തികൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനി ചേട്ടന്മാർക്കൊക്കെ ഭയങ്കര കലിപ്പാണ് ഈ ജോസ് കെ മാണി LDFിലോട്ട് പോയത്. അത് അന്ന് തൊട്ടേ അവർക്ക് ഭയങ്കരമായൊരു പകയുണ്ട് ജോസ് കെ മാണിയോട്. ജോസ് കെ മാണി അത് ശരിക്കും മനസ്സിലാക്കണം, അതൊരു പ്രധാന തെറ്റാണ്. ഇനി തിരിച്ച് UDFിലോട്ട് ചാടിയാലും ഇതിനകത്ത് പ്രശ്നമുണ്ട്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, ഈ അധികാരത്തിന് വേണ്ടി ചാടിക്കഴിഞ്ഞാൽ ഒരു കാലത്തൊക്കെ, അപ്പൻ്റെ കാലത്തൊക്കെ അത് ആൾക്കാർ സമ്മതിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാലും ഇനിയുള്ള കാലത്ത് അതൊന്നും സമ്മതിക്കുകയല്ല ആളുകൾ. കാരണം ജോസ് കെ മാണി ഒന്നും കേരള രാഷ്ട്രീയത്തിൽ അത്ര വലിയ അവശ്യ വസ്തുവൊന്നും അല്ല. അത് സ്വാഭാവികമായിട്ടൊന്ന് മനസ്സിലാക്കണം. ഇനി പാലാ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കുത്തഴിഞ്ഞ മുനിസിപ്പാലിറ്റി ഏതാണ്, ഭരണകാര്യത്തിൽ ഏറ്റവും കുത്തഴിഞ്ഞ മുനിസിപ്പാലിറ്റി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് പാലാ മുനിസിപ്പാലിറ്റിയാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ പാലാ മുനിസിപ്പാലിറ്റിയുടെ ഓഡിറ്റ് റിപ്പോർട്ട് ഒന്ന് കണ്ടു. സത്യം പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന സൈസ് ഒരു റിപ്പോർട്ടാണ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പഠിച്ചു കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ തന്നെ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതുപോലെ കുത്തഴിഞ്ഞ ഒരു മുനിസിപ്പാലിറ്റിയാണ് പാലാ മുനിസിപ്പാലിറ്റി. ജനം സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നമ്പറിട്ട് കിട്ടുന്നതിനും മറ്റ് കാര്യങ്ങൾക്കുമൊക്കെ വർഷങ്ങളോളം ഇട്ട് വലിപ്പിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി. ഇപ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് തന്നെ ഇപ്പോൾ ഈ നേതാക്കന്മാരെല്ലാം ധരിച്ചു വച്ചിരിക്കുന്നത് നേതാക്കന്മാർക്ക് വേണ്ടിയിട്ടാണ് ഇവർ പാർട്ടി മാറുന്നത്. അല്ലാതെ അണികൾക്ക് വേണ്ടിയിട്ടോ ഇതിൻ്റെ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടോ അല്ലെ നാട്ടുകാരുടെ ഒരു സാഹചര്യം നോക്കി ഒന്നുമല്ല മാറുന്നത്. നേതാക്കന്മാരുടെ മാത്രം സൗകര്യം നോക്കി എന്തിനാ ജോസ് കെ മാണി LDFിലോട്ട് പോയത് എന്ന് ചോദിച്ചാൽ ഭരണത്തിൽ പങ്കുപറ്റി നിൽക്കുക എന്നുള്ളതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ലക്ഷ്യം അതിനകത്തുണ്ടായിരുന്നോ? ഒന്നുമില്ലായിരുന്നു. ഇപ്പോൾ പാലക്കാർ സത്യം പറഞ്ഞാൽ പോർതി മുട്ടി എന്നുള്ളതാണ് ഈ പ്രാവശ്യം ഈ ചെയ്ത്ത് ചെയ്തത്. കാരണം കോട്ടയ്ക്കകത്ത് കയറി. ചില രാഷ്ട്രീയക്കാരുടെയൊക്കെ ഒരു ചിന്താഗതി, ഇപ്പോൾ PJ ജോസഫിൻ്റെ ഒരു ചിന്താഗതി തൊടുപുഴ പുള്ളിയുടെയാണ്. അതുപോലെ ജോസ് കെ മാണിയുടെയും കൂട്ടരുടെയും ചിന്ത പാല അവരുടേതാണ്, കൊട്ടാരക്കര അല്ലെങ്കിൽ പത്തനാപുരം ഒക്കെ അവരുടെയാണെന്ന് ചിന്തിക്കുന്നവർ. അങ്ങനെ ഓരോ ഏരിയ ഇത് എൻ്റേതാണെന്നങ്ങ് ചിന്തിക്കുക ആളുകൾ. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ആളുകളുടെ വ്യക്തിപരമായ സ്ഥലങ്ങളൊന്നുമല്ല ഒരു സ്ഥലവും. അതിപ്പോൾ ജോസ് കെ മാണിക്ക് ഏതാണ്ട് മനസ്സിലായി. ഇനിയിപ്പോൾ അണികൾക്കുള്ളൊരു പ്രശ്നവും കൂടെ ജോസ് കെ മാണിയോട് പറയട്ടെ. ഇപ്പം നിങ്ങൾ എങ്ങോട്ടാണ് ചാടുന്നതെന്ന് അണിക്കറിയാൻ മേല. പലവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നിന്ന് പരിചയമുള്ളതുകൊണ്ട് ഈ താഴെത്തട്ടിലുള്ള അണികൾക്കും ചെറിയ നേതാക്കന്മാർക്കും ഒക്കെ ഇപ്പോൾ ആരെ ഒന്നും പറയാൻ പറ്റിയല്ല. ഇപ്പം LDFിലാണ് നിൽക്കുന്നത്. UDFിനെ വിട്ടൊന്നും പറയാൻ മേല. കാരണം നാളെ UDFിലോട്ട് ചാടുമെന്ന് അറിയത്തില്ല. BJPയെക്കുറിച്ചൊന്നും പറയാൻ പറ്റിയല്ല. കാരണം നാളെ ജോസ് കെ മാണി BJPയിലോട്ട് ചാടുമെന്ന് അറിയാൻ മേല. അപ്പോൾ ഇതൊന്നും ചെയ്യാൻ മേലാത്തതുകൊണ്ട് താഴെത്തട്ടിലുള്ള അണികൾക്കൊന്നും പറയാനില്ല ജനത്തിനോട്. അവർ എന്നാ പറയുന്നത്? ഈ കഴിഞ്ഞ 9 വർഷമായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ജനസേവന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്ത് ജയിപ്പിക്കണമെന്നാണ് പറഞ്ഞതെങ്കിൽ അതിൻ്റെ ഫലമാണ് ഇപ്പോൾ പാലായി കണ്ടത്. ശരിക്കും ചെയ്തങ്ങോട്ട് തന്നു. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, 21 വയസ്സുള്ള ഒരു പെങ്കൊച്ച് അവിടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആകുന്ന അവസ്ഥയിലേക്ക് കളിച്ച് താഴോട്ട് പോയെങ്കിൽ ജോസ് കെ മാണിയുടെയൊക്കെ തന്ത്രങ്ങൾ എന്താണെന്നാണ് പറയുന്നത്. അതേ അവസ്ഥയിലേക്ക് പോയില്ലേ?
ഇനി ജോസ് കെ മാണി മാത്രമൊന്നുമല്ല, ജോസ് കെ മാണിയുടെ അവസ്ഥ ഇങ്ങനെ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ എത്തി, എങ്ങോട്ട് ചാടിയാലും പണി കിട്ടുന്നൊരവസ്ഥയിലോട്ട് എത്തി. പാലക്കാരേക്കാലും നല്ല കണക്കൂട്ടലിൽ തന്നെ നിൽക്കുക, നല്ല മാന്യമായ പണി കൊടുക്കുക എന്നുള്ള രീതിയിൽ തന്നെ. ഇനി ഉടനെ പണി കിട്ടാൻ പോകുന്ന വേറൊരാളുടെ കാര്യം കൂടെ പറയാം. ഞാനൊരു വോയിസ് ക്ലിപ്പ് ആദ്യം കേൾപ്പിക്കാം. ഞാൻ തോപ്രാണിയിലുള്ള ഒരു ഇടത്തരം കർഷകനാണ്. ഇടുക്കി നിയോജകമണ്ഡലത്തിൽ നിന്നും കഴിഞ്ഞ 25 വർഷമായി ജയിച്ചു പോരുന്ന ഒരു MLA ആണ് ശ്രീ റോഷി അഗസ്റ്റിൻ. ഇവിടെയുള്ള 5 പഞ്ചായത്തിൽ ഭാഗികമായിട്ടാണ് പട്ടയം കൊടുത്തിട്ടുള്ളത്. വാത്തിക്കുടി, കഞ്ഞിക്കുടി, കാമാക്ഷി, വാഴത്തോപ്പ്, കുന്നത്തടി എന്നീ പഞ്ചായത്തുകളിൽ 10,000-കണക്കിന് പട്ടയം ഇനിയും കൊടുക്കാനുണ്ട്. മേൽപ്പടി പട്ടയത്തിന് വേണ്ടി ഇവിടെയുള്ള ജനങ്ങൾ കയറി ഇറങ്ങാത്ത സ്ഥലങ്ങളും കാണാത്ത നേതാക്കളോ ഇല്ല. ഇവിടുത്തെ പട്ടയ സമരസമിതി അംഗങ്ങൾ റോഷി അഗസ്റ്റിൻ്റെ അടുത്ത് മന്ത്രിയായ ശേഷം കുറഞ്ഞ വർഷം ഒരു 20 തവണയെങ്കിലും പോയി. റവന്യൂ മന്ത്രിയുടെ അടുത്ത് ഒരു 6 പ്രാവശ്യം പോയി. റോഷി എന്ന മന്ത്രിയുടെ അടുത്ത് 2022 ആദ്യം പോയപ്പോൾ പട്ടയമില്ലാത്ത എല്ലാവരുടെയും ലാൻഡ് രജിസ്ട്രിയിൽ ഏലകൃഷി എന്ന് രേഖപ്പെടുത്തിയത് ഒന്ന് മാറ്റിയെടുത്ത് തരണം, എത്രയും വേഗം ഞങ്ങൾക്ക് പട്ടയം തരണമെന്ന് പറഞ്ഞപ്പോൾ മേൽപ്പടിയാന് അതെന്താണെന്ന് പോലും അറിയത്തില്ല. തിരിച്ചു ചോദിച്ചു എന്താണത്. പറഞ്ഞ സമയത്ത് 21 വർഷം ഇടുക്കിയിൽ MLA ആയ മേൽപ്പടി ആളിന് ഇവിടുത്തെ ഭൂമി പ്രശ്നം എന്താണെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ ആളിൻ്റെ പ്രവർത്തനം എന്താണെന്ന് ഊഹിക്കാമല്ലോ. ശേഷം 23 ആദ്യം MLAയോടെ കണ്ട് പറഞ്ഞപ്പോൾ MLA അത് ഞാൻ ശരിയാക്കി തരാം എന്ന് പലപ്പോഴും പറഞ്ഞതല്ലേ, ഞാനല്ലേ ഉള്ളതെന്ന് പറഞ്ഞ് രംഗത്ത് കൈവച്ച് പുള്ളി ഞാൻ ഉടനെ ശരിയാക്കി തരാം എന്ന് പറഞ്ഞു. കിട്ടിയിട്ടില്ല, ഇതുവരെയും കിട്ടിയിട്ടില്ല. ഈ കാര്യം നിങ്ങൾക്ക് ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാണ്ട് തടസ്സം ശാലമുണ്ട്. ആ തടസ്സം എന്ന് പറയുന്നത് 2014 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ലാൻഡ് സർവേയുടെ ഉന്നതൻ ആർക്കും പട്ടയം ഇനി കൊടുക്കണ്ടായി എന്ന തീരുമാനം വാക്കാൽ ജില്ലാ കളക്ടർക്ക് കൊടുത്തു. 2020 പിണറായി വിജയൻ ലാൻഡ് റവന്യൂ സെക്രട്ടറിയോട് പട്ടയം ഒന്നും ഇടുക്കിയിൽ കൊടുക്കണ്ടായി എന്ന് വാക്കാൽ കളക്ടറോട് പറഞ്ഞിട്ടുണ്ട്. അത് മാറ്റി പട്ടയം കൊടുക്കാനുള്ള സൗകര്യം 2023 ഉണ്ടായിട്ടും എല്ലിലും കഷം കാണിച്ച് പട്ടിയെ പുറകെ നടത്തുന്നത് പോലെ ഇപ്പം തരാം എന്ന് പറഞ്ഞ് 24 ആയപ്പോഴത്തേന് CPMൻ്റെ തൃശ്ശൂരിലുള്ള വൺ എർത്ത് വൺ മൂവ്മെൻറ്റ് അവരുടെ ഒരു സംഘടന, അവരുടെ രഹസ്യത്തിലുള്ള ഒരു സംഘടനയാണ്. ആ വൺ മൂവ്മെൻറ്റിനെ കൊണ്ട് സുപ്രീം കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിക്കൊടുത്തു. ഈ ഭൂമിക്ക് പട്ടയം കൊടുക്കണ്ടെന്ന് പറഞ്ഞ്. ഇപ്പോൾ MLAയോട് എന്ന് പറയുമ്പോൾ കേസ് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. മേൽപ്പടി ഭൂമിയിൽ ഏതാണ്ട് 52 വർഷമായിട്ട് ഞങ്ങൾ താമസിക്കുന്നതാണ്. ഞങ്ങൾ ഭൂമിയെല്ലാം റവന്യൂ ഭൂമിയാണ്. എൻ്റെയൊക്കെ അപ്പൻ്റെ ഭൂമിയൊന്നും അല്ലല്ലോ മനുഷ്യനെ ഇത്രമാത്രം ഇട്ട് കഷ്ടപ്പെടുത്താൻ. പട്ടയം കിട്ടിയാൽ ഇവിടെയുടെ ഗുണം എന്ന് വെച്ചാൽ ലോൺ എടുത്ത് പെണ്ണിനെ കെട്ടിക്കാം, വീട് വെക്കാം, കുട്ടികൾക്ക് വിദേശത്ത് പോകാം എന്നിങ്ങനെ നിരവധി ഗുണങ്ങളുണ്ട്. ഇയാളെ 2026 ഇലക്ഷന് ഇനിയും ജയിപ്പിക്കണം. പിന്നെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ യാതൊരു വിധത്തിലുള്ള സൗകര്യങ്ങളുമില്ല. നേഴ്സ് കോളേജിൽ കുട്ടികൾക്ക് പലവിധ അസൗകര്യങ്ങളുമുണ്ട് എന്നും പറഞ്ഞ് 3 പ്രാവശ്യം അവർ സമരം ചെയ്തു. അതൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. MLA 25 വർഷം പൂർത്തിയാക്കുന്ന ഈ ജൂബിലി വർഷത്തിൽ 25 വർഷത്തിൻ്റെ ഇടയിൽ ഇടുക്കിക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു പ്രോജക്റ്റെങ്കിലും കൊണ്ടുവന്നോ? വടി പോലെ ഇരിക്കുന്ന വെള്ള ഷർട്ടും ഇട്ട് എല്ലാവരുടെയും തോളിൽ കൈയിട്ട് നടന്നിട്ട് മാത്രം ഇടുക്കിക്കാരുടെ പ്രശ്നം തീരില്ല. തൊട്ടടുത്ത് കിടക്കുന്ന ഉടുമ്പൻചോലയിലേക്ക് നോക്കൂ. മണി ഇനി അവിടെ ഒന്നും തന്നെ കൊണ്ടുവരേണ്ടതായിട്ടില്ല. അത്രയ്ക്കും വികസനം അവിടെ അദ്ദേഹം കൊണ്ടുവന്നു. അതും 10 കൊല്ലം മുമ്പ്. ഇയാൾ 25 വർഷം വോട്ടർമാരെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് നടക്കുന്നു. മുല്ലപ്പെരിയാറും ജപ്പാൻ കുടിവെള്ള പദ്ധതിയും കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത്. ഇത് കേട്ടല്ലോ. കഴിഞ്ഞ 25 വർഷമായിട്ട് ആൾക്കാരെ സമൃദ്ധമായി പറഞ്ഞു പറ്റിക്കുന്ന, അല്ലെങ്കിൽ ആൾക്കാരെ കഴിഞ്ഞ 25 വർഷമായിട്ട് വലിയ സാങ്കേതികപരമായി പറഞ്ഞു പറ്റിക്കുന്ന റോഷി അഗസ്റ്റിനെ കുറിച്ചുള്ള ക്ലിപ്പാണ്. എനിക്ക് ക്ലിപ്പ് അയച്ചു തന്ന മനുഷ്യനെ ഞാൻ സംസാരിച്ചു. അദ്ദേഹം ഈ പാർട്ടിക്കാരനുമാണ്. അദ്ദേഹം പറയുന്നത് ആ ഇടുക്കി മണ്ഡലത്തിൽ കഴിഞ്ഞ 25 വർഷമായി റോഷി ചെയ്തുകൊണ്ടിരിക്കുന്ന കളിപ്പിരികളെക്കുറിച്ചാണ് പറയുന്നത്. പട്ടയപ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് ബന്ധപ്പെട്ട് പറയുന്നത്. എന്നാൽ അദ്ദേഹം തന്നെ പറയുക, ഇപ്പോൾ റോഷി LDFിലാണല്ലോ അദ്ദേഹം, എന്നിട്ട് ഈ പ്രവർത്തകൻ തന്നെ പറയുക, അതിന് തൊട്ടടുത്ത ഉടുമ്പൻചോല മണ്ഡലത്തിൽ കാര്യം മണിയാശാൻ എന്നാ തെറി പറഞ്ഞെന്ന് പറഞ്ഞാലും മണിയാശാൻ്റെ മണ്ഡലത്തിൽ മാന്യമായ വികസനം ഉണ്ടെന്ന് ആ വോയിസ് ക്ലിപ്പിൽ അദ്ദേഹം തന്നെ പറയാം. ജനങ്ങളുടെ കാര്യത്തിലൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ റോഷിക്ക് ഇനി താമസിയാത്ത പണി റോഷിക്ക് ഉറപ്പാണ്. ഈ ജോസ് കെ മാണിയെ പിറ്റേ കയറ്റിയതുപോലെ തന്നെ, അല്ലെങ്കിൽ വീട്ടിൽ കയറ്റിയതുപോലെ തന്നെ
ഇതുപോലെ തന്നെ റോഷിക്കും പണി വരുന്നുണ്ട് എന്ന് റോഷി മനസ്സിലാക്കിയിരുന്നാൽ വളരെ നല്ലത്. ഒന്നാമത് ഈ കേരള കോൺഗ്രസിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് തന്നെ വല്ലതും ചെയ്യുക എന്നല്ല, ആൾക്കാരെ പറഞ്ഞ് കളിപ്പിക്കുക എന്നുള്ളതാണ്. സമർത്ഥമായി കളിപ്പിക്കുക എന്നുള്ളതാണ് ഈ കേരള കോൺഗ്രസിൻ്റെ ഒരു പാരമ്പര്യം തന്നെ. അപ്പോൾ അതുപോലെ സമർത്ഥമായി പറഞ്ഞ 25 വർഷമായിട്ട് കളിപ്പിച്ചു. ഈ LDFൻ്റെ തന്നെ ഒരു അനുകൂല സംഘടനയെ കൊണ്ട് പട്ടയ വിഷയത്തിൽ ഒരു കേസ് കൊടുപ്പിച്ചിട്ട് ജനങ്ങൾക്ക് പട്ടയം കൊടുക്കാതെ ഇങ്ങനെ കൊണ്ടുവന്നു. ഇപ്പം നോക്കിക്കോ, ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ഇപ്പം ജോസ് കെ മാണി എവിടെ മത്സരിച്ചാലും പുള്ളിക്ക് ഇനി തിരുവമ്പാടി എങ്ങാണ്ട് മത്സരിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. തിരുവമ്പാടി മത്സരിച്ചാൽ ജയിക്കുമല്ലോ എന്ന് ദൈവത്തിനറിയാം. പാലായിലേക്കായാലും മത്സരിക്കാൻ പറ്റിയല്ല. മത്സരിച്ചാൽ 8 നില പൊട്ടുമ്പം ഞാൻ തെറ്റു തിരുത്തും എന്ന് പറയുന്നതിന് ഉളിപ്പില്ലെങ്കിൽ പാലായിൽ ഒന്നുകൂടെ നിൽക്കാം. അല്ലാതെ ജയിക്കുമെന്ന് ഓർത്ത് പാലായി നിൽക്കണ്ട. ഇപ്പോൾ വളരെ കൗതുകകരമായിട്ട് പല ചാനലുകാരും ചെയ്യുന്നത് കേട്ടു. ജോസ് കെ മാണിയുടെ മകൻ കുഞ്ഞുമാണി ഇറങ്ങി പ്രവർത്തിച്ച 3 വാർഡിലും ജോസ് കെ മാണിയുടെ പാർട്ടി തോറ്റു. അപ്പോൾ അത്രയും നല്ല പേരാ അങ്ങോട്ടുള്ളത്. ഇത് പരമ്പരാഗതമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല രാഷ്ട്രീയം. രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന അപ്പന്മാരുടെ മക്കളൊന്നും വലിയ പുലികളൊന്നുമല്ല. നമ്മൾ മുന്നോട്ട് കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. കേരള ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മൾ എടുത്തു നോക്കിയാൽ അപ്പന്മാർ വലിയ പുലികളാണേലും മക്കളും മക്കളും ഒക്കെ ആകുമ്പോൾ വെറും എലികളായി ഇവന്മാർ പോവുക. ഇവന്മാരെ കൊണ്ട് ഒന്നിനും കൊള്ളുകയല്ലെന്നുള്ളത് നമ്മൾ തെളിഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുക. അത് നോക്കിക്കേ, കേന്ദ്ര രാഷ്ട്രീയത്തിലാണെങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിലാണേലും തിളങ്ങി നിന്ന പുലികളായ അപ്പന്മാരുടെ ഒന്നുമല്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ ജോസ് കെ മാണിയും ഈ റോഷി അഗസ്റ്റിനും ഒക്കെ തോറ്റു കഴിഞ്ഞാൽ 2 പേർക്കും എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞ് ഇരിക്കാം എന്നുള്ളൊരു ഗുണമുണ്ട്. അതുകൊണ്ട് ഈ പാലാ മുനിസിപ്പാലിറ്റിയിലെ പുതിയ ഭരണസമിതിയോടും കൂടെ ഒരു കാര്യം പറയട്ടെ. ഭരണസമിതി കയറുമ്പോൾ ഈ നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു അധോലോകം എന്ന് വേണമെങ്കിൽ പാലാ മുനിസിപ്പാലിറ്റിയുടെ ഉദ്യോഗസ്ഥ വൃന്ദത്തെ വിളിക്കാം. നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു അധോലോകം. ഇതിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അപ്പോൾ അവരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലും ഈ പാലാ മുനിസിപ്പാലിറ്റി നിൽക്കില്ല. എൻജിനീയറിംഗ് വിങ് എന്ന് പറയുന്ന മുഴുവൻ എൻജിനീയറോ ഓവർസിയർ അതുമായി ബന്ധപ്പെട്ട ആളുകളെ കംപ്ലീറ്റ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് സ്ഥലം മാറ്റാതെ ആ മുനിസിപ്പാലിറ്റി ക്ലിയർ ആകില്ല. അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കൂട്ടത്തോടെ ഒരു പരിധി വരെ പറഞ്ഞാൽ കൊലയോടെ അവിടുന്ന് മാറ്റിയില്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് ഇത് വൃത്തിയായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുപോലെ ധാരാളം മേഖലയിൽ കൃത്രിമത്വങ്ങൾ നടക്കുന്നുണ്ട്. ഈ കൃത്രിമത്വങ്ങൾ മുഴുവൻ കണ്ടെത്തി പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്വജനപക്ഷപാതങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ അവിടെയുണ്ട്. ഇതെല്ലാം ജനത്തിന് മനസ്സിലായി എന്നുള്ളതിനേക്കാളും കൂടുതൽ ഇതെല്ലാം മാണി പാർട്ടിക്കാർക്ക് മനസ്സിലായി. അണികൾ ഇതിൻ്റെ വീഴ്ചകൾ നല്ലൊരു രീതിയിലുള്ളത് മനസ്സിലാക്കിയിട്ട് തിരിഞ്ഞ് ചെയ്തപ്പോഴാണ് ഇതുപോലെ വലിയൊരു വിഷയം ഉണ്ടായത്. അതുകൊണ്ട് തെറ്റ് തിരുത്തും നന്നാകും എന്നൊക്കെ പറയുന്നത് നല്ലത്. പക്ഷേ തിരുത്താനും നന്നാകാനും ഒക്കെ ഇനി ഈ 3-4 മാസം കൊണ്ട് എന്നാ ചെയ്യാൻ പറ്റും? ഇനി മുനിസിപ്പാലിറ്റിയിൽ എന്തെങ്കിലും ചെയ്യണം, ഇനി അടുത്ത 5 വർഷം കഴിഞ്ഞല്ലേ ഇത് കിട്ടുള്ളൂ. അതുപോലെ നിയമസഭയിലോട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി ഈ 4 മാസം കൊണ്ട് എന്നാ ചെയ്യാനാ? എന്നതാണല്ലോ ഇതൊക്കെ കേൾക്കുമ്പോൾ രസമുണ്ട്. ജോസ് കെ മാണിക്ക് കിട്ടിയ പണി ഒത്തിരി താമസിയാതെ 4-5 മാസത്തിനുള്ളിൽ റോഷിക്കും കിട്ടും എന്നത് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.